Assalamualaikum dear friends. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഇടിയപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കടായിലേക്ക് ഗ്ലാസിന്റെ അളവിലാണ് മാവ് അളന്നെടുത്തിട്ടുള്ളത്. കപ്പ് അളവിലാണെന്നുണ്ടെങ്കിൽ കപ്പിന്റെ അളവിൽ അളന്നിട്ടെടുക്കുക. അപ്പോൾ ചായയൊക്കെ കുടിക്കുന്ന അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന ഇതുപോലത്തെ ഒരു ഗ്ലാസിന്റെ അളവിലാണ് 2 ഗ്ലാസ് അരിപ്പൊടി എടുക്കുന്നത്. ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നുമില്ലാത്ത നല്ല ഫൈൻ ആയിട്ടുള്ള വറുത്ത പച്ചരിപ്പൊടി വേണം എടുക്കാൻ. രണ്ടാമത്തെ ഗ്ലാസ് പച്ചരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 ഗ്ലാസ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 2 ഗ്ലാസ് അരിപ്പൊടിയല്ലേ എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് അരിപ്പൊടിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണ്ടാന്നുണ്ടെങ്കിൽ 3 ഗ്ലാസ് വെള്ളം തന്നെ എടുക്കുക. ആദ്യം 1.5 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് മാവൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 1.5 ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കട്ടകളൊന്നുമില്ലാതെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1.5 ഗ്ലാസ് തേങ്ങാപ്പാലും അതുപോലെ തന്നെ 1.5 ഗ്ലാസ് വെള്ളവും ചേർത്താണ് മാവ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് തേങ്ങാപ്പാലിൽ മാവ് റെഡിയാക്കി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് വെള്ളത്തിലും റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഫ്ലെയിമൊന്നും ഓണാക്കിയിട്ടില്ല. ആദ്യം നമ്മൾ മാവ് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓണാക്കി കൊടുക്കാവൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അളവ് കപ്പിലാണെന്നുണ്ടെങ്കിൽ ആ അളവ് കപ്പിൽ തന്നെ എല്ലാം അളന്നിട്ടെടുക്കാം. 1.5 കപ്പ് തേങ്ങാപ്പാലും 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. 1 കപ്പ് അരിപ്പൊടിയിലാണ് ഇത് തയ്യാറാക്കുന്നതെങ്കിൽ 1.5 കപ്പ് വെള്ളമോ തേങ്ങാപ്പാലോ ചേർത്ത് കൊടുത്താൽ മതി. 2 കപ്പ് അരിപ്പൊടി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ 3 കപ്പ് വെള്ളം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. 1.5 ഗ്ലാസ് വെള്ളവും 1.5 ഗ്ലാസ് തേങ്ങാപ്പാലുമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് അരിപ്പൊടിയിൽ റെഡിയാക്കി എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് വെള്ളത്തിലും മാവ് തയ്യാറാക്കി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് തേങ്ങാപ്പാലിലും റെഡിയാക്കി എടുക്കാം. 1.5 കപ്പ് ചിരകിയ തേങ്ങയിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. സാധാരണ ഇടിയപ്പം തയ്യാറാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ മാവ് ഡ്രൈ ആയി പോകും, ചിലപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന മാവ് ലൂസായി പോകും. കറക്റ്റ് പരുവത്തിന് ഇടിയപ്പത്തിന്റെ മാവ് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ നമ്മൾ മാവ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു പ്രശ്നവും ബുദ്ധിമുട്ടും ഒന്നും വരുന്നില്ല. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇടിയപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. കൈ വേദനിക്കാതെ, കൈ പൊള്ളാതെ, മാവ് കുഴച്ച് ബുദ്ധിമുട്ടാതെ എളുപ്പത്തിൽ നമുക്ക് ഈസി ആയിട്ട് മാവ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ ചെറിയ ചെറിയ കട്ടകൾ പോലെ വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. അപ്പൊ ഈ ഒരു സമയം ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ കട്ടകൾ പോലെ കിടക്കുന്നത് മാവെല്ലാം ഒന്ന് റെഡിയായി കിട്ടുന്ന സമയത്ത് കട്ടകളെല്ലാം മാറിക്കോളും. ഇപ്പൊ മാവ് ദാ കുറുകി വന്നിട്ടുണ്ട്. പാനിൽ നിന്ന് വിട്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മാവെല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കടായിൽ നിന്ന് വിട്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കേണ്ടി വരും. ഇപ്പൊ മാവ് ദാ നല്ലോണം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇത് ചൂടാണ്. ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പൊ മാവ് നല്ല ചൂടാണ്. ചൂട് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഈ ഒരു സമയം കൊണ്ട് ചൂടായി കിടക്കുന്ന ഒരു ഉരുളിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം ഇതുപോലെ ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ ഇട്ട് കൊടുക്കുക. ജീരകമെല്ലാം ഒന്ന് മൂത്ത് വരണം. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വലിയ ജീരകം മൂത്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് ഇതിലേക്ക് 15 വെളുത്തുള്ളി അല്ലികൾ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണം ചേർത്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചച്ചുവ ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചച്ചുവ മാറുന്ന സമയം ഇതിലേക്ക് 4 മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുക. ഇനി സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റിൽ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ സവാള എല്ലാം വാടി നല്ലൊരു ഗോൾഡൻ നിറമാവണം. ഇപ്പോൾ സവാളയൊക്കെ വഴന്ന് ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഈ ഒരു സമയം വഴന്ന സവാള ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുക. ഇതിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വരും. ഇതിലേക്കാണ് നമ്മൾ പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. കാശ്മീരി മുളക് പൊടിയാണ്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. മുളക് പൊടി എടുത്ത അതേ അളവിൽ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളുടെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പത്ത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി മിക്സിയിലിട്ട് അരച്ചെടുത്ത് തന്നെ വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. തക്കാളി അരച്ചെടുത്തത് ചേർത്ത് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തക്കാളി അരച്ചതും കൂടി ചേർത്ത് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് തക്കാളിയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്ത 1 കിലോ ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ചിക്കൻ കഷ്ണങ്ങളെല്ലാം മസാലയെല്ലാം ഇതായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, മൂടി വെച്ച് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇത് മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കൊണ്ടില്ലേ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കാത്തത്. ഈ വെള്ളത്തിൽ തന്നെയാണ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. കുറച്ചും കൂടെ വെള്ളം ഇറങ്ങി വരും. നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. അടുക്കി പിടിക്കുകയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം ഞാൻ വെള്ളം ഒഴിക്കാതാണ് ഇത് ചെയ്തിട്ടെടുക്കുന്നത്. നമുക്ക് വീണ്ടും ഇത് മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാൻ സമയമെടുക്കും. ഇപ്പം നമ്മളിത് മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ലോണം കുറുകി ചിക്കൻ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഉപ്പും എരിവൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം കറക്റ്റാണ്. ഇനി നമുക്ക് ലാസ്റ്റിൽ ചൂട് മാറി കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി റെഡിയായി കിട്ടും. ലാസ്റ്റിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇതുപോലെ കൈകൊണ്ട് ഞെരടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഒരുപാട് മസാലകളൊന്നും വഴറ്റി സമയം കളയാതെ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ റോസ്റ്റ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ഇടിയപ്പം പിഴിഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് സേവനാഴി ഇതാ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലത്തെ ഒരു ചില്ലാണ് വേണ്ടത്. ഇടിയപ്പമൊക്കെ പിഴിഞ്ഞെടുക്കുന്ന ഇതുപോലത്തെ ഒരു ചില്ല്. ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ സാധാരണ ഇടിയപ്പം പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് മാവ് അടപ്പിന്റെ ഭാഗത്തുണ്ടല്ലോ, മാവ് കുറെ ബാലൻസ് ആയി കിട്ടുമല്ലോ, അത് മാറി കിട്ടുന്നതിന് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഫുഡൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഇതുപോലത്തെ ഒരു ചെറിയ കണ്ടെയ്നർ ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ഈ കണ്ടെയ്നർ ഇതുപോലെ ചെറിയൊരു കണ്ടെയ്നർ എടുക്കുക. അപ്പം ഈ ചില്ല് നമുക്ക് ഈ കണ്ടെയ്നറിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു അളവിൽ നമുക്ക് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ കണ്ടെയ്നറിന്റെ അടപ്പിന്റെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഈ കണ്ടെയ്നർ ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കത്രിക കൊണ്ട് കട്ട് ചെയ്ത് ചില്ലിന്റെ ഈ ഒരു ഷേപ്പിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സ്വീറ്റ്സ് ഒക്കെ വാങ്ങുമ്പോൾ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറികളൊക്കെ വാങ്ങുമ്പോൾ കിട്ടും ഇതുപോലത്തെ ഒരു കണ്ടെയ്നർ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചില്ല് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ചൂടായ ഒരു കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ കത്രിക കൊണ്ടോ ഒന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പം ചില്ലിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ ഇത് പ്ലാസ്റ്റിക് അല്ലേ, നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കാം. ഇപ്പം മാവിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഒരുപാട് ചൂട് മാറേണ്ട ആവശ്യമൊന്നുമില്ല, കയ്യിൽ പിടിക്കാവുന്ന ചൂടേ ഉള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മാവ് വീതം എടുക്കാം. നമുക്ക് ഇനി കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒട്ടിപ്പിടിക്കുകയോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. കൈ വേദനിക്കാതെ കൈ പൊള്ളാതെ മാവ് നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ മാവ് എടുക്കുക, സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സേവനാഴിക്കുള്ളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് മാവ് നിറയ്ക്കാം. ഒരു 1/4 ഭാഗത്തോളം മാവ് നിറച്ചു കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പ്ലാസ്റ്റിക് ഇല്ലേ, അതിങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സേവനാഴി അടച്ചു കൊടുക്കാം. ഇടിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇടിയപ്പം തട്ടിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മളിത് തേങ്ങാപ്പാലും കൂടെ ചേർത്താണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ തേങ്ങ ഒഴിവാക്കാം. ഞാനിപ്പോൾ എല്ലാ കുഴികളിലും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണേ. നമുക്ക് മാവ് പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ കണ്ടില്ലേ എന്ത് ഈസി ആയിട്ടാണ് മാവ് വീണ് കിട്ടുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഈ സേവനാഴി ഒന്ന് തുറന്ന് നോക്കാം. മാവൊക്കെ വേസ്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ ഒട്ടും തന്നെ മാവ് ഈ ഒരു ഭാഗത്ത് മാവൊന്നും ബാലൻസ് ആയി വന്നിട്ടില്ല. സാധാരണ നമ്മൾ ഇടിയപ്പം തയ്യാറാക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തൊക്കെ മാവ് ബാലൻസ് ആയിട്ട് വരും. അപ്പോൾ അത് കണ്ടില്ലേ, എല്ലാ മാവും പിഴിഞ്ഞെടുക്കാൻ പറ്റി. താഴ്ഭാഗത്തും ഒട്ടും മാവൊന്നുമില്ല. ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഒരു സ്പൂൺ കൊണ്ടോ കത്തി കൊണ്ടോ എടുത്തു മാറ്റാം. അപ്പം നമ്മൾ ഇട്ടുകൊടുത്ത പ്ലാസ്റ്റിക് ഒരു കത്തി കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഇതുപോലെ എടുക്കാവുന്നതാണ്. സേവനാഴിയുടെ താഴ്ഭാഗത്തും ഒട്ടും മാവൊന്നും ഒട്ടിപ്പിടിച്ചിരിക്കുകയോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. അപ്പം എന്ത് ഈസിയാണ്, നമുക്ക് മാവൊന്നും ബാലൻസ് ആയി കിട്ടാതെ മുഴുവൻ മാവും ഇതുപോലെ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഇടിയപ്പം വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഇടിയപ്പച്ചെമ്പിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഓരോ തട്ടായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് ഒന്ന് ആവിയേറ്റി വേവിച്ചിട്ടെടുക്കാം. ഇപ്പം നമ്മൾ ഇടിയപ്പം മൂടി വെച്ച് ആവിയേറ്റാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇടിയപ്പമൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡലി ചെമ്പിൽ നിന്ന് ഇടിയപ്പം എടുത്ത് മാറ്റാം. അപ്പോൾ ഇടിയപ്പം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒട്ടിപ്പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അടുത്തത് നമ്മുടെ വാഴയിലയിൽ റെഡിയാക്കി എടുത്തതാണ്. ഒട്ടും ഒട്ടിപ്പിടിക്കാതെ അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇടിയപ്പം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. കൈ വേദനിക്കാതെ കൈ പൊള്ളാതെ പിഴിഞ്ഞ് ബുദ്ധിമുട്ടാതെ ഈസി ആയിട്ട് നമുക്ക് ഇടിയപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കുന്ന ഇടിയപ്പത്തിന് മാവ് കിണ്ടിയെടുത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ കൈ വേദനിക്കാതെ നമുക്ക് മാവ് ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇടിയപ്പം കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, ഇടിയപ്പമൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല.
നല്ല സോഫ്റ്റ് ആയിട്ട് പൂ പോലെ ഇരിപ്പുണ്ട്. ഇത് നമ്മൾ ഇടിയപ്പത്തട്ടിൽ റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ കണ്ടില്ലേ, നല്ല പഞ്ഞ് പോലെ സോഫ്റ്റ് ആയിട്ട് ഒട്ടിപ്പിടിക്കാതെ അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഇടിയപ്പവും ചിക്കൻ റോസ്റ്റും ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടും അടിപൊളി കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്